നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാൽ നിൻ വഴികൾ. കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാൽ നിൻ വഴികൾ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആഴ്ചവട്ടത്തിൻ്റെ ആരംഭദിനം ദൈവത്തെ ആരാധിക്കേണ്ട ഒരു പ്രഭാതം ദൈവം നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഒരിക്കൽ പരീക്ഷനായ സാത്താനടുക്ക് വന്നപ്പോൾ പറഞ്ഞത്, മനുഷ്യൻ ജീവിക്കുന്ന അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. നമ്മുടെ പുറമേ ഉള്ള മനുഷ്യന് ആഹാരം ആവശ്യമായിരിക്കുന്നത് പോലെ നമ്മുടെ അകത്ത മനുഷ്യന്, ഇന്നർ മാൻ, സ്പിരിച്വൽ മാന് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്ന ഭക്ഷണമാണ്. അത് ദിനം പ്രതി ഭക്ഷിച്ചും നമ്മൾ ആത്മീയമായി ബലപ്പെട്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലരുടെ പുസ്തകം 10-ാമത്തെ അധ്യായം 44-ാമത്തെ വചനം നമ്മളിങ്ങനെ വായിക്കുന്നു. ഈ വാക്കുകളെ പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഇതെവിടെയാണ്? കൊർന്നലിയോസ് എന്ന് പറയുന്ന ഒരു പട്ടാള നേതാവിൻ്റെ ഭവനം. കർത്താവിൻ്റെ പ്രഥമ ശിഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പത്രോസ് ആ വീട്ടിൽ ക്ഷണിക്കപ്പെട്ടു വന്ന് യേശുവിനെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും രക്ഷയുടെ ദൈവവചനം പ്രസ്താവിക്കുമ്പോൾ തന്നെ ആ വീട്ടിലുള്ള കൊർന്നേലിയോസ് തൻ്റെ കുടുംബവും ചർച്ചക്കാർ, വേണ്ടപ്പെട്ടവർ, ദേശക്കാർ വലിയൊരു ഗ്രൂപ്പാണ് വന്നിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് അവർ കാത്തിരിക്കുകയാണ്. ആ വചനം പ്രസ്താവിക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർക്ക് ലഭിച്ച സന്തോഷം എത്ര വലുത് നോക്കിയാട്ട്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമുണ്ടായ അനുഭവം ഒരു അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. 2, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരംഭിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും വിശ്വാസ സ്നാനം സ്വീകരിച്ച് വേർപെട്ട് ദൈവത്തെ ആരാധിക്കാനിടയായി. കൊർന്നലിയോസ് എന്ന് പറയുന്ന ഒരു യഹൂദനല്ല, യഹൂദ മതാനുസാരിയാണ്. ദൈവത്തെ ഭയപ്പെടുന്നവൻ, ദാനധർമ്മം ചെയ്യുവൻ, എപ്പോഴും പ്രാർത്ഥിക്കുന്ന, കുടുംബമായിട്ട് ദൈവം അനുസരിക്കുന്ന വ്യക്തിയാണ്. എങ്കിലും ഇങ്ങനെ നല്ലൊരു ആത്മീയാനുഭവം ഒന്നെങ്കിൽ ലഭിച്ചിരുന്നില്ല. തൻ്റെ പ്രാർത്ഥന അങ്ങ് സ്വർഗത്തിലെത്തിയെന്ന് ദൈവം സാക്ഷി പറഞ്ഞു. എങ്കിലും ആത്മരക്ഷ പ്രാപിക്കുകയോ നിത്യതയ്ക്കുള്ള കാര്യങ്ങൾ പൂർണ്ണമായി അനുസരിക്കുകയോ ചെയ്യാൻ കഴിയാതെ അങ്ങോട്ട് കടന്നുപോയി. അവരുടെ ഇടയിലാണ് വന്ന് പത്രോസ് വചനം പ്രസംഗിക്കുക. അപ്പോൾ വചന കഴിവിൽ നമുക്ക് എന്തുണ്ടാകും എന്ന് ഇന്ന് രാവിലെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. വചനം നമ്മൾ കേൾക്കുമ്പോൾ അത് ഹൃദയത്തിൽ കുത്തുകൊള്ളാനിടയാകും. കുത്തുകൊള്ളും. ചിലർക്കത് ഇഷ്ടമല്ല. കുത്തുകൊണ്ട് ആൾക്കാർ പിന്നെ അതിൽ മാനസാന്തരപ്പെടും. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പയിൽ ഒരു പുഴവക്കത്ത് നിന്ന് ദൈവവചനം സംസാരിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ ഉള്ളിൽ പരിവർത്തനമുണ്ടായി. അവൾ മാനസാന്തരപ്പെട്ടു. അവിടെ കുടുംബത്തിലുള്ളവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ആ ദേശത്തൊരു ദൈവസഭയുണ്ടായി. ഇതുപോലെ എത്ര അനുഭവങ്ങൾ. വചനം എന്താണ്? വചനം ദൈവമാണ്. ദൈവിക ശാസ്ത്രീയമാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനൊരു ശക്തിയുണ്ട്. സംഗീതക്കാരൻ പറയുന്നു, അതിവേഗം പായുന്ന വചനം അയച്ച് ദൈവം അവരെ അവിടെ കുഴികളിൽ നിന്ന് കയറ്റും. വചനം രോഗസൗഖ്യം നൽകുന്നതാണ്. വചനത്തിനൊരു പവറുണ്ട്. ആ ശക്തി നമ്മൾ മുൻപോട്ട് നയിക്കും. വചനം നമ്മുടെ കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഈ വചനം നിത്യത നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ്. എവിടെ വചന കേൾവിയുണ്ടോ
എവിടെ ജനങ്ങൾ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകുമോ, നമ്മുടെ രക്ഷയ്ക്കുള്ള ദൈവമായി നമ്മൾ അനുദിനം കേട്ടിരിക്കണം. കേൾക്കുക മാത്രമല്ല, നമ്മുടെ ആത്മീയ മനുഷ്യൻ പുഷ്ടിപ്പെട്ട് ബലപ്പെട്ട് ഓരോ ദിവസവും നമ്മൾ കർത്താവിനെ സേവിച്ചും ആരാധിച്ചും സന്തോഷമുള്ള ദൈവമക്കളായി മുന്നേറണം. ഒരു കാലത്ത് വചനം ദുർലഭമായിരുന്നു. എന്നാൽ ഇന്ന് സുലഭമായി വചനം കേൾക്കുന്ന അവസരം ദൈവം തന്നിരിക്കുക. പഴയമത്തിലെ അവസാന പ്രവാചകനാകുന്ന മലാഖി പ്രവചൻ്റെ കാലം മുതൽ ഇതായിട്ട് 400 വർഷക്കാലം വചനം കേൾക്കാനില്ലാതെ ഇരുന്നപ്പോൾ യേശു കർത്താവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ ഗലീലയിലും യഹൂദയിലും യോർദാൻ്റെ ഇരുകരയിലും ഒക്കെ ദൈവവചനം പ്രസ്താവിച്ചു. ജനം ഓടിക്കൂടി. യോഹന്നാൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. സർപ്പസന്തതികളെ വരാനുള്ള കോപത്തെ വിട്ട് ഒഴിഞ്ഞു പോകുവാൻ നിങ്ങളെ ആരാണ് ഉപദേശിച്ചത്? മാനസാന്തര യോഗ്യമായ ഫലം നിങ്ങൾക്ക് അയക്കുവീൻ. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കും, വീശോണം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും, ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും, കടാത്തതിലിട്ട് ചുട്ട് കളയും. ഈ വചനം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മൾ ആളുമാറിയതുപോലെയാകും. സ്വഭാവം മാറും, ആരാധന അനുഭവങ്ങൾ മാറും. വചനം നമ്മളെ ആത്മീയമായി ബലപ്പെടുത്തും. ഓരോ ദിവസവും നമ്മുടെ മുൻപോട്ട് പോകാനുള്ള കൃപയും ശക്തിയും വചനം നമുക്ക് നൽകും. അതുകൊണ്ടാണ് ദൈവനം സംഗീതത്തിൽ വായിക്കുന്നത്, യഹോവയുടെ ന്യായപ്രമാണം അഥവാ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. വചനം വായിക്കുക മാത്രമല്ല, ധ്യാനിക്കണം. കർത്താവ് പറഞ്ഞൊരു കാര്യം ഓർപ്പിക്കട്ടെ, ആകാശം മാറിപ്പോകും, ഭൂമിയും മാറിപ്പോകും, എൻ്റെ വചനം ഒരു നാളും മാറുകയില്ല. ഈ വചനത്തിൻ്റെ ശക്തി അനുഭവിച്ച എല്ലാ ദൈവമക്കളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ വചനമല്ലേ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ആത്മാവിനെയും സന്ധി മജ്ജകളെ തുളച്ചു ചെല്ലുന്ന വാള് എന്ന് പറയപ്പെടുന്നത്. ഈ വചനം എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്. ഈ വചനം വായിക്കുകയും പ്രസ്താവിക്കുകയും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാ. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഭാഗ്യമുള്ളവരാ. ഞാനൊരു ഭാഗ്യവാനാ. ഈ വചനം പറയുവാനുള്ള കൃപ ഇന്ന് രാവിലെ ദൈവം എനിക്ക് തന്നു. നിങ്ങളത് കേൾക്കാനുള്ള കൃപ ദൈവം നിങ്ങൾക്കും നൽകി. വചനം നമുക്ക് അനുസരിക്കാം, വചനം നമുക്ക് നിലനിൽക്കാം. നിങ്ങളെൻ്റെ വചനം സത്യത്തിൽ നിൽക്കുന്നു എങ്കിൽ നിങ്ങളുടെ ശിഷ്യന്മാരെന്ന് ലോകമറിയും. വചനപ്രകാരം നമ്മൾ ജീവിക്കണം. നമ്മൾ ഓരോ ദിവസവും വചനം നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവേ, ഞാൻ അനുസരിക്കേണ്ട വചനം ഇനിയും ഉണ്ടോ? ആ വചനം അനുസരിച്ചാണോ ഞാൻ മുമ്പോട്ട് ജീവിക്കുന്നത്? ഏതെങ്കിലും ഭാഗത്ത് വീഴ്ച വന്നെങ്കിൽ നമ്മോടുള്ള ദൈവത്തിൻ്റെ പ്രമാണമാകുന്ന വചനം വായിച്ച് ഗ്രഹിച്ചനുസരിച്ച് മുമ്പോട്ട് പോകാൻ സർവകൃപാലുവായ ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വചനം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ, നമുക്ക് പ്രത്യാശ നൽകട്ടെ. നമുക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ടും ഞങ്ങൾ തന്ന ദൈവനത്തിനായി സ്തോത്രം. കൊർന്നല്യോസിൻ്റെ ഭവനത്തോടെ എല്ലാ പ്രിയമുള്ളവർക്കും ലഭിച്ച ഒരു അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അവർ അഭിഷേകം പ്രാപിച്ചു, അവർ അന്യഭാഷ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസ സ്നാനം സ്വീകരിച്ച് ആ ദേശത്ത് ഒരു ദൈവിക സഭ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കാനിടയായതുപോലെ ഈ വചന കേൾവി അനേകം ചൊല്ലി വ്യത്യാസം വരുത്തണം. കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അതുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ജീസസ്. സ്തോത്രം.